ഭൗതികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റൂ, നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ പഠിപ്പിക്കപ്പെട്ടതിന് വല്ലാത്തൊരു ഹിക്മത്തുണ്ട്. അഥവാ ഞാൻ ഇവിടെ കഴിയുന്നതല്ല എൻ്റെ ജീവിതം. കേരളം കണ്ടതിലെ ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഭവമാണ്. എന്തൊക്കെ പാഠങ്ങളാണ് നമുക്കിതെന്ന് പഠിക്കാനുള്ളത്? നമ്മൾ ഈ വിഷയം നമ്മൾ പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട ഒരു ആദ്യ കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ സ്ഥിരമായി കാണുന്ന കാര്യമാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നല്ലൊരു മഴ ശക്തമായി പെയ്യുന്ന ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു ഉരുൾപൊട്ടൽ മാത്രമല്ല, ഇപ്പോൾ മഴ ആരംഭിച്ചതിന് ശേഷം റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു, അതേപോലെ മരം വീട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ പല ആളുകളും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി, പല കൃഷികളും നശിച്ചു, പല ദുരന്തങ്ങളും ഈ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മഴയെന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഈ സ്റ്റോർ ചെയ്യപ്പെടുന്ന വെള്ളമാണ് അടുത്ത വേനലിൽ നമ്മൾ കുടിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു വലിയ അനുഗ്രഹം എന്ന നിലയ്ക്ക് എല്ലാ നിലക്കും നിന്ന ഒരു മഴ. കാരണം നമുക്കെല്ലാം അറിയാം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു, ഒരു മഴ പെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങേറ്റം ആഗ്രഹിച്ചു, ഒരു കാർമേഘം ഇരുണ്ട് മൂടുമ്പോൾ നമ്മൾ എന്തുമാത്രം സന്തോഷിച്ചു. അപ്പോൾ അതിനുശേഷം ഒരു മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായി മഴയുടെ തോത് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന കെടുതികളാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഭൗതികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം സൗകര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റൂ, നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റൂ, അങ്ങനെയൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ദുരന്തത്തെ കാണേണ്ടത് നമ്മൾ അങ്ങനെയാണ്. ഇവിടെയും ഒരു അളവിലേറെ മഴ പെയ്തു, ആ മഴ പാറകളിൽ നിറഞ്ഞ് പാറകൾ പൊട്ടിത്തെറിച്ച് അതേപോലെ തന്നെ വെള്ളം പുറത്തേക്ക് ഒഴുകി, അത് പുഴയിലേക്ക് പോകേണ്ടതിന് പകരം എന്ത് ചെയ്തു, പൊതുവെ വീടുകളുടെ സ്ഥലങ്ങളിലേക്ക് വന്നു. അങ്ങനെ ഒരു അപ്പോൾ നമ്മളിവിടെ കാണുന്നത്, ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ കാണുമ്പോൾ മനുഷ്യൻ്റെ ഒരു നിസ്സഹായത എപ്പോഴും നമ്മൾ കാണും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഏതോ രംഗങ്ങളിലും അള്ളാഹുവിൽ രക്ഷ തേടി അഭയം തേടിയാണ് ജീവിക്കുന്നത്. സുബഹിക്ക് പള്ളി പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വിചാരം എന്താണ്? ഓഫി ദിമ്മത്തില്ല എന്നാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ ഒരു കാവൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അദ്കാറുകൾ ചൊല്ലിയിട്ട് ഉറങ്ങുമ്പോൾ രാത്രി അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ലഭിക്കുമെന്നാണ്. അപ്പോൾ ഏത് സന്ദർഭങ്ങളിലും ദുരന്തങ്ങളും പ്രതിസന്ധികളും നമ്മളിലേക്ക് വരാം എന്ന ഒരു കാവലോട് കൂടെയാണ് ഒരു വിശ്വാസി എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്. അപ്പം അതിനുവേണ്ട ഭൗതികമായ സൂക്ഷ്മതകൾ നമ്മൾ കൈക്കൊള്ളണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അള്ളാഹുവോട് എപ്പോഴും നമ്മൾ രക്ഷ തേടിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഒരു നിസ്സഹായതയിൽ അള്ളാഹുവിൻ്റെ അപാരമായ സഹായമില്ലാതെ നമുക്കൊന്നും ആവില്ല. ഈ ദുരന്തങ്ങൾ മാത്രമല്ല, ഈ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാനും അവരുടെക്കേറ്റ മുറിവുകൾ ചികിത്സിക്കപ്പെടാനും അതിൻ്റെ എല്ലാ പരിഹാരങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സന്ദർഭമാണ്. പിന്നെ നമുക്കിതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് അള്ളാഹുവിൻ്റെ കഴിവിലും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും തവക്കുലും ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് നമുക്ക്. പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആളുകൾ പൊതുവേ ചിന്തിക്കുന്നത്, ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്, എന്ത് പാപ ചെയ്തത്. ഈ പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും പേരിൽ മാത്രമാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. വലനബുലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. ജീവിതം തന്നെ പറഞ്ഞാൽ എന്താണ്? വനബുലുക്കു ബിശ്ശരി വൽ ഖൈരി ഫിത്നാണ്. അതായത് മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയൊക്കെ എന്താ നടക്കണമെന്ന് വെച്ചാൽ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ മറ്റുള്ളവർക്ക് വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുവോട് നമ്മൾ അഭയം തേടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നമ്മൾ എങ്ങനെ പരിചരിക്കും, അവരോട് നമ്മൾ എന്ത് കരുണ കാണിക്കും എന്നതിനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം നമുക്കുണ്ട് എന്ന് നമ്മളിതിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് ഭൗതിക സൗകര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുമ്പോൾ പൊതുവേ മനുഷ്യന് തോന്നും നമ്മൾ ഒക്കെ ആയി എന്നുള്ളൊരു ചിന്ത. ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കുറച്ചുകൂടി നമ്മളൊന്നും ആയിട്ടില്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായും നമ്മൾ ഭൗതികമായ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ സുരക്ഷിതത്വങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രശ്നമില്ലാതെ പോവും. ഇനി ഒരു അള്ളാഹുവിൻ്റെയും പടച്ചവൻ്റെയും ഒരു കാവലി നമുക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ തീർച്ചയായും ഈ കാഴ്ചകൾ കാണുമ്പോൾ തീർച്ചയായും നമ്മുടെ തിരിച്ച് ചിന്തിക്കാനും അള്ളാഹുലേക്ക് കൂടുതൽ വിനയപ്പെടാനും നമ്മുടെ പാപങ്ങൾ അള്ളാഹുലേക്ക് പശ്ചാത്തപിക്കാനൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ എന്ത് ചെയ്യും, സൃഷ്ടിക്കപ്പെടും.
ചില ആളുകളൊക്കെ ചിലപ്പോൾ പിന്നെ ഈ ഒരു വേദനകളും സങ്കടങ്ങളും സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പറയുന്നതായിരിക്കും, ഞാനെന്താണ് ചെയ്തത്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു പ്രയാസം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുവേ വരാറുണ്ട്. ശരിക്ക് വിശ്വാസികൾ ഈ ഇത്തരം പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളേണ്ട തലം എന്താണ്? യഥാർത്ഥത്തിൽ നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ജീവിതത്തെപ്പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാടും ഒരു ശരിയായ വീക്ഷണമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതല്ല ഇനി ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം വന്നാലും മാനസികമായി ഒരു ഇടർച്ച സ്വാഭാവികമാണ്. പക്ഷേ അത് അമിതമായി പതറിപ്പോയി ഇനി എന്താണ് ഇതുകൊണ്ടൊക്കെ, അല്ലെങ്കിൽ ഞാൻ ബാക്കിയായതുകൊണ്ട് ഇനി എന്തെനിക്ക് കിട്ടാൻ, അത്തരത്തിലുള്ളൊരു ചോദ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മളോട് പറയുന്നത്. ഇവിടെ പ്രധാനമായും ചില കാര്യങ്ങൾ വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്, ഒന്ന്, പ്രപഞ്ചം എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണല്ലോ. ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ആ ഒരു സൃഷ്ടിപ്പ് നടത്തിയവൻ തന്നെയാണ് ഇതിൽ ഓരോ കാര്യങ്ങളും എന്തായിട്ടുള്ളത്, വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. എപ്പോൾ, എങ്ങനെ, എന്ത്, എവിടെ നടക്കണം എന്നത് കൃത്യമായി വ്യവസ്ഥപ്പെടുത്തിയവൻ അള്ളാഹുവാണ്. അത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ് വമാ ഫീഹിന്ന വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിൻ്റെ ഒക്കെ അധികാരം അള്ളാഹ്ക്കാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം എന്നത്, അല്ലെങ്കിൽ അള്ളാഹു ഒരു കാര്യം നടപ്പിലാക്കുക എന്നത് പ്രധാനമായും 3 രൂപത്തിലുണ്ടാകും. അത് ഖുർആൻ സൂചിപ്പിച്ചത് അലാലവുൽ ഖൽഖ് വൽ അംർ, സൃഷ്ടിപ്പിൻ്റെ അധികാരവും അത് എങ്ങനെ കൊണ്ടു നടക്കണം എന്ന അധികാരമൊക്കെ ആർക്ക് തന്നെയാണ്, അള്ളാഹുവിനാണ്. എന്നിട്ട് അതിൽ ഒന്നാമത്തെ കാര്യമായി പഠിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹുക്മ് ഖദരിയായിട്ട്, അതായത് ഈ പ്രപഞ്ചത്തിൽ എന്ത് എങ്ങനെ നടക്കണം, ഏത് നിമിഷം നടക്കണം, ഏത് കാലത്ത് നടക്കണം, ഇനി ഒരു കാര്യം നടന്നു അതിൻ്റെ പൂർണ്ണാവസ്ഥ എന്താണ്, ഒരു കാര്യം നടന്നില്ല അതിൻ്റെ അവസ്ഥ എന്താണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അറിവിലും തീരുമാനത്തിലുള്ള കാര്യമാണ്. രണ്ടാമത്തത് ശറഈയായിട്ടുള്ള വിധികളാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാകണം എന്നത് അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതേപോലെ മൂന്നാമത്തത് ജസായി ആയിട്ടുള്ളത്, ശാശ്വത ലോകത്ത് പരലോക ജീവിതത്തിൽ സ്വർഗനരക കാര്യങ്ങൾ വിചാരണയുടെ ഭാഗമായി അത് അള്ളാഹു നൽകുക. ഇങ്ങനെ 3 തലത്തിൽ ആ കാര്യങ്ങളെ വേർതിരിക്കപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, ഇത് പ്രപഞ്ചത്തിൽ സമയബന്ധിതമായി നടക്കുന്നൊരു കാര്യമാണ്, അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. രണ്ടാമത്തത്, വിശ്വാസികൾക്ക് വിധിയിൽ വിശ്വസിക്കുക എന്നത് അടിസ്ഥാനപരമായൊരു കാര്യമാണ്. അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ്. ഖൈർ, ഒരു നല്ലതുണ്ടായാലും ഒരു ചീത്ത, ഒരു പ്രയാസകരമായ കാര്യം ഉണ്ടായാലും എൻ്റെ റബ്ബ് തീരുമാനിച്ചതാണ്. കാരണം ഈ ജീവിതം എനിക്ക് തന്ന എൻ്റെ റബ്ബാണ് ഇതൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ അത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് ഖുല്ലൻ യുസീബന ഇല്ലാമാ കതബല്ലാഹു ലനാ എന്നാണ്. ഞങ്ങളെ ബാധിക്കുന്നതൊക്കെ അള്ള എഴുതി വെച്ചതാണ്, അള്ള ലോഹിയിൽ എഴുതി വെച്ച കാര്യമാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, ഹുവ മൗലാന, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ഇപ്പോൾ ഈ രക്ഷാധികാരി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കുള്ള അഭയം അള്ളാഹുവാണ്. അതാണ് മൗലാനൻ്റെ യഥാർത്ഥ താല്പര്യം. എന്നിട്ട് പറഞ്ഞു അലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവരെന്ത് ചെയ്യട്ടെ, അള്ളാഹുവിൽ തവക്കുലാക്കട്ടെ. അപ്പോൾ ആ ഖദർ വിശ്വാസത്തെ ശരിക്കും നമ്മളെ ഒന്ന് ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ്. മറ്റൊന്ന് സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ പരീക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു വർഗത്തിന്, ഒരു ജാതിയിൽ, അങ്ങനെയൊന്നുമില്ല. വല നബുലു വന്നക്കും ബിഷൈഇമിൽ ഖൗഫി, പേടിയുണ്ടാവും, വിശപ്പ്, സാമ്പത്തിക കുറവ്, അതേപോലെ അംഫുസ് അവിടെ പ്രധാനം. ഇപ്പോൾ ഒരുപാട് ആളുകൾ മരണം വരാൻ ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഈ അംഫുസ് കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ടവരെ മരണം എന്ന് പ്രത്യേകം ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് വേണ്ടത് നല്ല ക്ഷമയാണ്. മനസ്സ് പൊട്ടിപ്പോകും, കാരണം അങ്ങനത്തെ ഒരു രംഗമാണ്. പക്ഷേ അവിടെയും നമുക്ക് ക്ഷമ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റണം. മാത്രവുമല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ പഠിപ്പിക്കപ്പെട്ടതിന് വല്ലാത്തൊരു ഹിക്മത്തുണ്ട്. അഥവാ ഞാൻ ഇവിടെ കഴിയുന്നതല്ല എൻ്റെ ജീവിതം, എനിക്കൊരു ഒറ്റക്കുള്ള ലോകത്തേക്ക് പോകാനുണ്ട്. ആ ചിന്ത നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഓർമ്മപ്പെടുന്ന രംഗങ്ങൾ കൂടിയാണിത്. ഇനി മറ്റൊന്ന്, ശരിക്ക് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യപ്പെടലുകൾ, എന്താണ് ഇങ്ങനെയൊക്കെ ഒരു തീരുമാനമുണ്ടോ, ഇതൊക്കെ നീതിയാണോ, അന്യായമല്ലേ, അക്രമല്ലേ? യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ
പ്രവൃത്തികൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമല്ല. കാരണം ലാ യുസ് അലു അമ്മാ യഫ് അലു വഹും യുസ് അലു എന്നാണ്. പ്രവർത്തിക്കുന്നവൻ അള്ളയാണ്, ഇതൊക്കെ തീരുമാനിക്കുന്നവൻ അള്ളയാണ്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആലോചിച്ചാൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, ഇപ്പോൾ എതിർത്ത് ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഒരു പ്രയാസത്തിൽപ്പെട്ട് സഹിക്കവയ്യാറ് ചോദിക്കുന്നതും ആ വികാരം കണ്ടിട്ട് ഒരു പരിഹാസ രൂപേണ അല്ലെങ്കിൽ നിഷേധ രൂപത്തിലൊക്കെ ചോദിക്കുന്ന രണ്ട് തരം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ നിഷേധ രൂപത്തിലൊക്കെ ചോദിക്കുന്ന ആളുകൾ, ഇപ്പോൾ അവർ ജീവിക്കുന്ന രാജ്യം, ആ രാജ്യത്തിനൊരു നിയമമുണ്ട്, ആ നിയമത്തെ നിർമ്മിച്ചവരുണ്ട്, നടപ്പിലാക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു നിയമത്തിൽ കുടുങ്ങേണ്ടി വന്നാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടോ? ഇല്ല. അത് രാജ്യത്തിൻ്റെ ഭാഗമല്ലേ, ഇവിടെ ജീവിക്കുമ്പോൾ അതൊക്കെ വേണ്ടേ, പാലിക്കണ്ടേ എന്നാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹ്. ആ റബ്ബിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പിലാണ് മനുഷ്യൻ എന്ത് ചെയ്യണത്? ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന്, മരണം ഉറപ്പായൊരു സംഗതിയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കുക, ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ലെങ്കിലും ഒരാൾ മരിക്കുക എന്നത് ഉറപ്പാണല്ലോ. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുകയാണ്, എല്ലാവരും മരിച്ചുപോയി, ഞാൻ എന്തിനാ ബാക്കിയായത്, ഇന്നെയാണ് മരിപ്പിച്ചുകൂടായിരുന്നോ എന്നാണ്. അപ്പോൾ അവിടെ ശരിക്കും എന്താ വെച്ചാൽ വലിയ കൊല്ലു ഉമ്മത്തിന് അജൽ, ഓരോ ഉമ്മത്തിനും അജലുണ്ട്. അതെത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സാഅത്തൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു സെക്കൻഡ് അവിടേക്ക് കൊടുക്കില്ല. ഇപ്പോൾ ഇതാരും വിചാരിച്ചിട്ടില്ല, എല്ലാവരും ഉറക്കത്തിലാണ്. പക്ഷെ ഉറക്കം എന്നുള്ളതിനൊരു മരണമാണ്, അതിനിടയിലാണ് യഥാർത്ഥ മരണം എന്ത് ചെയ്യണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുപോലെ കൃത്യമായി സമയബന്ധിതമായി നടക്കും. കാരണം അള്ളാഹു അൽ ഹക്കീമാണ്, യുക്തിപൂർണനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ എന്തില്ല, ഒരു പിന്നെ വേണ്ടാത്തതായ അല്ലെങ്കിൽ ഒരു കബളിപ്പിക്കുന്ന, അതല്ലെങ്കിൽ പിന്നീട് ഒരു എതിർത്ത് ചോദ്യം ഉന്നയിക്കാവുന്ന രൂപത്തിലുള്ള ഒരു തീരുമാനം അള്ളാഹുവിൻ്റെ കാര്യങ്ങളിൽ ഇല്ല എന്ന് വിശ്വാസികൾ എപ്പോഴും എന്ത് ചെയ്യണം. ഈ ഖദറിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും ഈ ഖദർ എന്നുള്ള ഒരു ഉത്തരാണ്. കാരണം ഇത്രയും വലിയ ആകസ്മികമായ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും മനസ്സ് ചോദിക്കാനാണ്, എന്താ ഇങ്ങനെ സംഭവിക്കുക. അതിന് വളരെ ക്ലിയർ ആയൊരു ആൻസറാണ് എന്ത് ഇപ്പോൾ മൂസ സലാഹി പറഞ്ഞത്. അതായത് അള്ളാഹുവിൻ്റെ തീരുമാനം. അത് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവർ വളരെ വിശ്വാസത്തോടെ പറയുന്നുണ്ട്, എന്ത്, ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ്, അള്ളാഹു എന്ത് തീരുമാനിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾക്ക് പ്രശ്നമില്ലാതല്ല. പിന്നെ എന്താണെന്ന് വിചാരിച്ചാൽ ഇതിലിങ്ങനെ ഈ കൺഫ്യൂഷനും ചർച്ചകൾ നടക്കുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഈ ഖദറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് നമുക്ക് ഭയങ്കര പരിമിതികൾ. അതുകൊണ്ടാണ് എത്ര പറഞ്ഞാലും ആളുകൾക്ക് ഇതിലെ സംശയം തീരാ. ഒമാ ഊത്തിയത്തു മിനൽ ഇൽമി ഇല്ലാ ഖലീൽ, വളരെ കുറച്ചേ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ നമുക്ക് ഈ ഖദറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഒന്ന് എനിക്ക് തന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ ഇൽമാണ്, അള്ളാഹുവിൻ്റെ ഒരു സിറാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു ഖിളിർ നബി ഒരു കുട്ടിനെ കൊല്ലുന്നുണ്ട് അൽ കഹ്ഫിൻ്റെ സൂറത്തിൽ. അപ്പോൾ ആ കുട്ടിനെ എന്തിനു കൊന്നു എന്നതിൻ്റെ ഉത്തരം ഒരിക്കലും ആ മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു കാലത്തും മനസ്സിലാക്കാൻ പറ്റൂല. അതിപ്പോൾ അള്ള പറഞ്ഞതുകൊണ്ട് ആ കുട്ടീനെ കൊണ്ട് എന്താണോ രക്ഷിതാക്കൾ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ നേർ വിപരീതമാണ് ആ കുട്ടിനെ കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ ആ കുട്ടി മരിക്കേണ്ടതാണ്. അയാളുടെ മനസ്സിലാകാം. ഇനി വേറൊന്ന്, ചിലത് നമുക്ക് ഖിയാമത്ത് നാൾ വരെ മനസ്സിലാവില്ല. ഇപ്പോൾ തന്നെ പറയണമെങ്കിൽ ആ കെൻസ് ആ മറച്ചു വെച്ചല്ലോ, ആ മതിൽ പൊളിഞ്ഞാടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു നല്ല മനുഷ്യൻ്റെ സമ്പത്ത് പിൻതലമുറക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹു സൂക്ഷിച്ചു വെച്ചതാണ്. അതെങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് കാര്യമില്ല. അപ്പോൾ ഈ ഖദറുകൾ എന്താണ് എന്ന് ഇപ്പോൾ ഈ ഒരു മഹാദുരന്തത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ബാക്കിയായ ഒരാൾ എന്താണ് ഇതിൻ്റെ ഭാവി എന്നൊരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അവർക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റില്ല. അതുകൊണ്ട് നമ്മളെവിടെ നിന്നാൽ മതി, ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം, ആ തീരുമാനമാണ്. പിന്നെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ ഇത് ഈ സമയത്തുണ്ട്, എല്ലാവരും ഈ കേട്ടോലൊക്കെ മനസ്സിലുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഖൈർ മാത്രമേ ഉണ്ടാവും. ഇന്ന അംറഹു കുല്ലഹു ലഹു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എങ്ങനെ മനസ്സിലായില്ലെങ്കിലും എത്ര പ്രതികൂലമാണെന്ന് തോന്നിയാലും നമ്മൾ എവിടെ നിൽക്കണം, ഇത് എനിക്ക് ഖൈറാണ് എന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, നിൽക്കണം. അങ്ങനെ നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, പറ്റണം. അങ്ങനെ പറ്റുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ വിധിവിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, എത്തുകയുള്ളൂ. അപ്പോൾ ഈ ഖദർ എന്നുള്ളത്
തൽക്കാലം ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മളൊരു എക്സ്ക്യൂസിന് വേണ്ടി കണ്ടെത്തുന്ന കാര്യമല്ല, അതൊരു ഉത്തരമാണ്. ഈ ഉത്തരത്തിലല്ലാതെ ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ വാപ്പ മരിച്ചു, മകൻ മരിച്ചു, അതിൻ്റെ ഉത്തരം എന്താ? അതിൻ്റെ ഉത്തരം അതാണ്. പിന്നെ എന്താ വെച്ചാൽ എനിക്കെന്തേ ഇപ്പോൾ ഇത് വന്നു, ഈ നാട്ടിൽ എന്തേ ഇപ്പോൾ ഇത് വന്നു, അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞു. വാലം അന്നമ അഖ്തഅക്കലമിയകുൻ യുസീബക, നീ ആയി പെട്ടിട്ടില്ലെങ്കിൽ നീ അതിൽ പെടേണ്ട ആളല്ല, നീ അതിൽ പെട്ടിട്ടുണ്ടെങ്കിലോ പെടേണ്ട ആളാണ്. അതാണ് വിധി. എന്തുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയലോകക്കാരൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ ആ വിധി നിർണയത്തിൽ നിനക്ക് സംഭവിക്കേണ്ടത് നിനക്ക് സംഭവിക്കേണ്ടതല്ലയോ? എന്ത് പ്രതികൂലത ഉണ്ടായാലും അത് നിനക്ക് സംഭവിക്കില്ല. അപ്പോൾ ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനവും ഏറ്റവും വലിയ സുരക്ഷയും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു വിധി ഇല്ലെങ്കിൽ, ഈ ഖദറില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോവുക? മനസ്സിലായി? ഇപ്പോൾ നിങ്ങൾ വാഹനം എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ അപകടം പറ്റുമോ? അപകടം അള്ളാഹിൻ്റെ വിധിയിൽ എനിക്കൊരു അപകടം ഉണ്ടെങ്കിൽ പറ്റും അല്ലേ? ഇപ്പോൾ ഒരു അസുഖം വന്നു, പഠിച്ചോണെങ്കിൽ ഈ അസുഖം കൊണ്ട് ഞാൻ മരിക്കുമോ? ബേജാറാകാണ്. അപ്പം എൻ്റെ മരണത്തിൻ്റെ അവധി ഇപ്പോഴാണെങ്കിൽ അത് സംഭവിക്കും, ഇല്ലെങ്കിൽ ഇപ്പം എന്ത് അസുഖം വന്നാലും ഞാൻ ചികിത്സ രക്ഷപ്പെടും. മുന്നോട്ട് പോകാനുള്ള ഭയങ്കരമായ കരുത്ത്, ദുരന്തങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനുള്ള മനഃശക്തി, അതേപോലെ തന്നെ ഭയങ്കരമായ പ്രതീക്ഷ, ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒന്നാണെന്ത്? വിധിവിശ്വാസം. പക്ഷെ ഇത് മനസ്സിലാവാത്തവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇത് വെറുതെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളൊരു കാരണത്തിന് വേണ്ടി പറയാമെന്ന് വിശ്വസിക്കണം. അപ്പം ഇതിലൊന്നും ഒരു സംശയവും നമുക്കുണ്ടായാൽ നമ്മൾ ഈമാൻ ശരിയാവില്ല. ഇതൊന്നും സംശയമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോഴേ നമ്മൾ ഈമാൻ ശരിയാവും. ചേർത്ത് പറഞ്ഞു. ശരിക്ക് അള്ളാഹുവിനാണ് നമ്മുടെ കാര്യങ്ങൾ അറിയുക എന്നൊരു തലത്തിൽ ചിന്തിച്ചാൽ നമുക്ക് അത് സമാധാനിക്കാൻ കഴിയുന്നതാണ്.